ഒന്നായി തുടരാമെന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. KSRTCയിൽ 3 മാസമായി പെൻഷൻ ലഭിക്കാതായതോടെ വിരമിച്ച ജീവനക്കാർ ദുരിതത്തിൽ കഴിയുന്ന പശ്ചാത്തലത്തിലാണ് രാമകൃഷ്ണന്റെ ആത്മഹത്യ. 4 മണിയോടെയാണ് കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കോഴിക്കോട് മായനാട് സ്വദേശി പെരച്ചനെ കണ്ടെത്തിയത്. 12 വർഷം മുൻപ് ഡ്രൈവറായി KSRTCയിൽ നിന്ന് വിരമിച്ച പെരച്ചന് കഴിഞ്ഞ 3 മാസമായി പെൻഷൻ ലഭിച്ചിട്ടില്ലെന്ന് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി ശശിധരൻ പറയുന്നു. 3 മാസം പെൻഷൻ വളരെ കുറഞ്ഞ പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് ലഭിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ജീവിത പ്രയാസങ്ങൾ അയാൾ അനുഭവിക്കണമല്ലോ. പ്രേക്ഷകർ കണ്ട ദൃശ്യം KSRTCയിലെ മുൻ ജീവനക്കാരൻ്റെ മൃതശരീരമാണ്. പെൻഷൻ മുടങ്ങിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തതാണ്. 6 മാസത്തോളമാണ് പെൻഷൻ മുടങ്ങിയത്. കാലം പ്രത്യേകിച്ച് ഓർമ്മ വേണം. 2011-16 കാലം, UDFിൻ്റെ ഭരണകാലം. കേരളത്തിൽ നമ്മൾ കർഷക ആത്മഹത്യകൾ കണ്ടിട്ടുണ്ട്. സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്ത കർഷകൻ വരെ. 2011-16 കാലത്ത് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് 500-ലധികം കർഷകർ. എന്നാൽ KSRTC പെൻഷൻകാർ പെൻഷൻ മുടങ്ങിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് ഇതാദ്യം. കേരളം ഇളകിമറിഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ മൃതദേഹവുമായി പെൻഷൻകാർ എത്തി. കൂടെ 100 കണക്കിന് ജീവനക്കാരും. 2011-16 കാലഘട്ടത്തെക്കുറിച്ച് KSRTC ഉള്ളിടത്തോളം കാലം ഈ കേരളീയ സമൂഹം മറക്കില്ല. ഏതാണ്ട് ദുരന്ത സമാനമായ സാഹചര്യത്തിലേക്ക് ഈ സ്ഥാപനത്തെ എത്തിച്ചത് അന്നത്തെ UDF ഗവൺമെൻറ്റാണ്. 3 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഓരോ മാസവും കടമെടുത്ത് കടക്കെടിയിലായി. കടമെടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് പെൻഷൻകാരുടെ പെൻഷൻ തുടർച്ചയായി മുടങ്ങി, ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. സാംസ്കാരിക കേരളത്തിൽ ആ കാലഘട്ടത്തിൽ 26 KSRTC പെൻഷൻകാരാണ് പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്തത്. 5 പൈസ ചിലപ്പം കിട്ടാത്തൊരവസ്ഥയായതുകൊണ്ട് ഈ ജീവനക്കാർ ആത്മഹത്യ ചെയ്ത് ഇനിയും ആത്മഹത്യകൾ കൂടി വരും. സീലിംഗ് പോയിട്ടുള്ളത് 6 മാസം, ഈ 2 മാസം ഫുള്ളും കിട്ടുന്നുണ്ട്. എങ്ങനെ ജീവിക്കും? UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പെൻഷൻ മുടങ്ങി, ശമ്പളവും കിട്ടാതെയായി. ഏതാനും ദിവസമല്ല ശമ്പളം മുടങ്ങിയത്, 6 മാസത്തോളം. ഒരായുസ് മുഴുവൻ KSRTCയെ സേവിച്ച ജീവനക്കാർക്ക് ജീവിതസായനത്തിൽ ലഭിക്കുന്ന പെൻഷനും മാസങ്ങളോളം മുടങ്ങിപ്പോയപ്പോൾ ആത്മഹത്യയല്ലാതെ പെൻഷൻകാരുടെ മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. കാലം മാറി, കഥയും മാറി. 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നു. ആദ്യകാലങ്ങളിൽ പെൻഷൻ മുടങ്ങിയിരുന്നു. അത് മാസങ്ങളല്ല, ദിവസങ്ങൾ മാത്രം. ഇപ്പോഴോ എല്ലാ മാസവും 1-ാം തീയതി പെൻഷൻ ലഭിച്ചു തുടങ്ങി KSRTCയിലെ മുൻ ജീവനക്കാർക്ക്. ചരിത്രമാണ് ചരിത്രം. ചില നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ നടപടികൾ സ്വീകരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം. കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും കേരളം, പ്രിയ കേരളം. മാറ്റങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ആ പ്രയാസങ്ങളൊന്നും ഗൗരവത്തിലെടുക്കാതെ തന്നെ അതുമായി സഹകരിക്കാനും മുന്നോട്ട് പോകാനുമാണ് KSRTC ജീവനക്കാർ തീരുമാനിച്ചത് എന്നത് സന്തോഷകരമായ കാര്യമാണ്. LDF സർക്കാരിന്റെ ആദ്യ മാസങ്ങളിലായിരുന്നു പ്രതിസന്ധി. പിന്നീട് അത് പരിഹരിച്ചു. സർക്കാർ എല്ലാ മാസവും പെൻഷൻ തുക നൽകാനായി 73 കോടി രൂപ മാറ്റിവെച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരമേറ്റെടുത്ത് 2017 ഏപ്രിൽ മാസം 1-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി KSRTCക്ക് വേണ്ടി പ്രഖ്യാപിച്ച 1-ാം പുനരുദ്ധാരണ പാക്കേജിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചത് KSRTC ഇനി എവിടെ നിന്നും കടമെടുക്കേണ്ടതില്ല എന്നാണ്. നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകളെ പുനഃക്രമീകരിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ചെലവ്, ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ് പലിശ ചെലവാണ്, കടം തിരിച്ചടവാണ്. അത് കുറച്ച് വരുമാനം വർദ്ധിപ്പിച്ച് അതുവരെ വരവ് ചെലവുകൾ തമ്മിലുള്ള അന്തരം 1000 കോടി രൂപ എന്ന് കണക്കാക്കി സർക്കാർ സഹായിച്ചു മുന്നോട്ട് പോകണം എന്ന പ്രഖ്യാപനമാണ് ഗവൺമെൻറ് 1-ാം പുനരുദ്ധാരണ പാക്കേജ്
ഭാഗമായി പ്രഖ്യാപിച്ചത്. അക്ഷരാർത്ഥത്തിൽ LDF സർക്കാർ പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ നടപ്പിലാക്കി എന്ന് കാണാം. ഉറപ്പുള്ള വാക്കിൽ നിന്നും ഉയർക്കുന്ന നേരും കൊണ്ടേ ഉടച്ചൊന്നു വാർത്തു നമ്മൾ നാടിൻ രൂപം. ഇത് ഒരു താൽക്കാലിക സംവിധാനമല്ല. എല്ലാ മാസവും 1-ാം തീയതി പെൻഷൻകാർക്ക് പെൻഷൻ ലഭിക്കും. KSRTCയിൽ പുതുചരിത്രം കുറിക്കുന്നു എന്നർത്ഥം. കേരളം മാറുമ്പോൾ KSRTCയും മാറും. പെൻഷൻ കൊടുക്കാൻ അടുത്ത 12 മാസത്തേക്ക്, വളരെ സന്തോഷത്തോടെ പറയാം, അടുത്ത 12 മാസത്തേക്ക് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും പെൻഷൻ പറ്റിയ ജീവനക്കാർക്കുള്ള പെൻഷൻ കൃത്യമായി കിട്ടും എന്ന ഉറപ്പ് കൂടി ഞാൻ ഈ അവസരത്തിൽ തരികയാണ്. അതിന് തടസ്സം ഉണ്ടാവില്ല. അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. പെൻഷൻ്റെ കാര്യത്തിൽ അടുത്തൊരു 12 മാസത്തേക്ക് നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട. പെൻഷൻ മുടങ്ങിയതിൻ്റെ പേരിൽ 26 പേർക്കാണ് KSRTCയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. എന്നാൽ ജീവനക്കാരോ അവർ ആത്മഹത്യ ചെയ്തില്ല എന്നേയുള്ളൂ. ജീവിതം ദുരിതപൂർണമാണ്. KSRTC നഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞ കാലമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ KSRTCയിൽ ഒരുപാട് പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ശമ്പളം എല്ലാം കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? നേരത്തെ നമുക്ക് ശമ്പളം പകുതി വീതം തരിക, പിന്നെ അതും കൃത്യമായൊരു ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ശരിക്കും പറഞ്ഞാൽ ജീവനക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായി 1-ാം തീയതി തന്നെ ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി. ഓണത്തിന് പോലും ശമ്പളമില്ല. ശമ്പളമില്ലാതെ പണിയെടുക്കേണ്ടി വരുന്ന KSRTC ജീവനക്കാർ, ശമ്പളം എന്നു കിട്ടുമെന്നറിയാതെ ജീവനക്കാർ, KSRTCയിൽ ശമ്പളം പ്രതിസന്ധിയിൽ എന്നിങ്ങനെയുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അത്തരം വാർത്തകൾ ഇന്ന് കാണാറേയില്ല. എല്ലാ മാസവും 1-ാം തീയതി ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചു തുടങ്ങി. എല്ലാ മാസവും ശമ്പളം നൽകാൻ സർക്കാർ 50 കോടി രൂപയാണ് KSRTCക്ക് നൽകുന്നത്. സർക്കാർ പണം നൽകാൻ വൈകിയാൽ ശമ്പളവും വൈകും. ഇതിനും പരിഹാരമായി. സർക്കാർ സഹായം വൈകിയാലും ജീവനക്കാർക്ക് എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം ലഭിക്കും. അതുപോലെ പെൻഷനും. KSR ജീവനക്കാർക്ക് ഒറ്റഗഡുവായി 1-ാം തീയതി അല്ലെങ്കിൽ ലാസ്റ്റ് വർക്കിംഗ് ഡേ 31-ാം തീയതി ശമ്പളം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിയുന്നുണ്ട്. അതുപോലെ പെൻഷൻ ആനുകൂല്യങ്ങൾ വളരെയധികം കൊടുത്ത് 2023 2024 കടന്ന് 2024 വരെയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ 23 മുഴുവൻ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞ് 24 കടന്നിരിക്കുകയാണ്. ജീവനക്കാർ ബഹുഭൂരിപക്ഷം പേരും സാറ്റിസ്ഫൈഡാണ്. സാലറി എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ജീവനക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒട്ടുമിക്ക പേരും സാറ്റിസ്ഫൈഡാണ്. നമുക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടതുണ്ട് UDF സർക്കാരിൻ്റെ കാലത്തേക്ക്. KSRTC അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ നിന്നിരുന്ന കാലം. ഗതാഗത മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ വാക്കുകൾ കടമെടുത്താൽ KSRTC തനിയെ നിന്നുപോകുന്ന കാലം. ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞത് നല്ല പ്രതിസന്ധിയാണ് എന്ന ഇതിനൊരു പരിഹാരം അടിയന്തരമായിട്ട് വേണം. ഇല്ലെങ്കിൽ തനിയെ നിന്നു പോകും. ആരും ഷെഡ്യൂൾ കട്ട് ചെയ്യണ്ട. ദിവസം 50 ലക്ഷമാണ് അധികം വേണ്ടത്. മാസം അപ്പോൾ എത്രയായി? 15 കോടി. ഇപ്പം മാസം നഷ്ടം 75 കോടി. ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഫ്യൂല് വാങ്ങാൻ കാശില്ലാതെ തനിയെ നിൽക്കും. UDF സർക്കാരിലെ ഗതാഗത മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് പറഞ്ഞതിലും കാര്യമുണ്ടായിരുന്നു. ഷെഡ്യൂളുകൾ ഒന്നൊന്നായി വെട്ടിക്കുറച്ചിരുന്നു. അതായിരുന്നു ആര്യാടൻ്റെ ഭരണകാലം. 1500-ലധികം ഷെഡ്യൂളുകളാണ് ദിവസവും വെട്ടിക്കുറച്ചത്. ഡീസൽ പ്രതിസന്ധിയായിരുന്നു പ്രധാന കാരണം. എണ്ണ കമ്പനിക്ക് പണം നൽകാത്തതുകൊണ്ട് ഡീസൽ നൽകുന്നത് എണ്ണ കമ്പനികൾ നിർത്തിവെച്ചു. കടുത്ത പ്രതിസന്ധിയിലേക്ക് വീണ്ടും KSRTC വീണു. സംസ്ഥാനത്തെ മിക്ക KSRTC ഡിപ്പോകളിലും 50% സർവീസുകളാണ് ഇന്ന് വെട്ടിച്ചുരുക്കിയത്. ആകെയുള്ള 5870 സർവീസുകളിൽ 3061 റദ്ദു ചെയ്തു.
തിരുവനന്തപുരത്ത് വികാസ് ഭവൻ ഡിപ്പോയിൽ 121 സർവീസുകൾ ഉള്ളതിൽ 51 മാത്രമാണ് ബസ് ഓടിയത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് തുക നൽകാത്തതിനെ തുടർന്ന് ഡീസൽ ലഭിക്കാത്തതിനാലാണ് ഗുരുവായൂരിലെ KSRTC ബസ്സുകളുടെ യാത്ര മുടങ്ങിയത്. ബസ്സുകളിൽ ഡീസൽ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെ തുടർന്നാണ് ബസ്സുകൾക്ക് സർവീസ് നിർത്തിവെക്കേണ്ടി വന്നത്. ഫ്യൂവൽ അടിക്കാൻ കഴിയാതെ വന്നാൽ തനിയെ നിൽക്കല്ലാതെ വേറെ മാർഗമല്ല. ഇതുപോലൊരു ക്രൈസിസ് KSRTCന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. KSRTCയെ സംരക്ഷിക്കാൻ ഇതിനകം വൻ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. KSRTCയെ പൂട്ടിച്ച് കേരളത്തിന്റെ പൊതുഗതാഗത മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന ആരോപണവും അന്നു തന്നെ ഉയർന്നു വന്നു. പക്ഷേ ആരോപണത്തിനെതിരെ ഒരു പ്രതികരണം പോലും UDF സർക്കാരിന്റെ കാലത്തുണ്ടായില്ല. പൊതുഗതാഗത മേഖല ഇല്ലാതാകണം, അതിനുവേണ്ടി ശ്രമിക്കുന്ന ശക്തികളെ UDF സഹായിക്കുന്നു. എന്നാൽ സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുപോലെ പ്രവർത്തിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവാണ് LDFനെ നയിക്കുന്നത്. എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളൊരു സമീപനം പ്രൈവറ്റ് ബസ്സിൻ്റെ മുമ്പിൽ നമ്മൾ ഓടുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിനെ നമ്മൾ നിയമപരമായി വളഞ്ഞ വഴിയിലൂടെയും നേരായ വഴിയിലൂടെയും തടയുക, അതിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഓടിപ്പിടിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ പിന്മാറി പ്രൈവറ്റ് ബസ് ഓടുന്ന സെക്ടറിലേക്ക് പോകണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഒരു പോളിസി ചേഞ്ചാണ്. പ്രൈവറ്റ് ബസ് ഓടട്ടെ, അവരും ജീവിക്കട്ടെ എന്നുള്ളതാണ്. ആ ഒരു വ്യവസായം തകർക്കാതെ KSRTC അതിൻ്റെ പുതിയ മേഖലകൾ കണ്ടെത്തി വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് KSRTC മികച്ച നേട്ടം കൈവരിച്ചത്. പ്രൈവറ്റ് ബസ്സായി മത്സരിച്ച് പ്രൈവറ്റ് ബസ് നശിച്ചു, നമ്മളും നശിക്കും. അപ്പോൾ അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ്. KSRTC പ്രതിസന്ധിയിൽ ഈ വാർത്തകളാണ് UDF സർക്കാരിൻ്റെ കാലത്ത് ഏറെ കേട്ടത്. LDF സർക്കാരിൻ്റെ ആദ്യകാലത്തും ആ വാർത്തകൾ നാം കേട്ടിരുന്നു, കണ്ടിരുന്നു. എന്നാൽ LDF സർക്കാർ അധികാരത്തിൽ വന്ന് 2017 മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനത്തോടെ KSRTC മാറി. പുതിയ മുന്നേറ്റത്തിലേക്ക്, പുതിയ പാതയിലേക്ക് KSRTC അടിമുടി മാറുന്ന കാഴ്ചയാണ് നാം പിന്നീട് കണ്ടത്. KSRTC ഒരു പുതിയ തലത്തിലേക്ക് ഉയരുകയാണ്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നൂതനവും നല്ല ആളുകൾക്ക് ഉപയോഗപ്രദമായതുമായ ബസ്സുകളാണ് വരാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരമേറ്റെടുത്ത് 2017 ഏപ്രിൽ മാസം 1-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി KSRTCക്ക് വേണ്ടി പ്രഖ്യാപിച്ച 1-ാം പുനരുദ്ധാരണ പാക്കേജിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചത് KSRTC ഇനി എവിടെ നിന്നും കടമെടുക്കേണ്ടതില്ല എന്നാണ്. നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകളെ പുനഃക്രമീകരിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ചെലവ്, ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ് പലിശ ചെലവാണ്, കടം തിരിച്ചടവാണ്. അത് കുറച്ച് വരുമാനം വർദ്ധിപ്പിച്ച് അതുവരെ വരവ് ചെലവുകൾ തമ്മിലുള്ള അന്തരം 1000 കോടി രൂപ എന്ന് കണക്കാക്കി സർക്കാർ സഹായിച്ചു മുന്നോട്ട് പോകണം എന്ന പ്രഖ്യാപനമാണ് ഗവൺമെൻറ് 1-ാം പുനരുദ്ധാരണ പാക്കേജിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചത്. അക്ഷരാർത്ഥത്തിൽ LDF സർക്കാർ പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ നടപ്പിലാക്കി എന്ന് കാണാം. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ജീവനക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ KSRTC നടത്തി. അതിൽ വിജയിക്കുകയും ചെയ്തു. നിലവിൽ KSRTC ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങളിൽ 232.55 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. ദിവസേനയുള്ള വരുമാനത്തിന്റെ നിശ്ചിത തുക മാറ്റിവെച്ച് കുടിശ്ശിക തീർക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു. പെൻഷൻകാർക്കുള്ള കുടിശ്ശികയും ഇതേ രീതിയിൽ കൊടുത്തു തീർക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട്. KSRTC സർവീസുകൾ പുനഃക്രമീകരിച്ചത് വഴി പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 19 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി ഉയർന്നു. ഇതോടെ പ്രതിദിന ടിക്കറ്റ് വരുമാനത്തിലും വൻ കുതിച്ചുകയറ്റമുണ്ടായി. KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസം നടന്ന കളക്ഷൻ. ഏതാണ്ട് 12 കോടി 18 ലക്ഷം രൂപ കളക്ഷൻ വരികയും അതോടൊപ്പം തന്നെ മറ്റ് വരുമാനമെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഏതാണ്ട് 13 കോടിയിലധികം രൂപ നമുക്ക് ഒരു ദിവസത്തെ വരുമാനമായി കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. മുമ്പ് 8 കോടി 8.5 കോടി, പരമാവധി 9 കോടിയായിരുന്നു. അടുത്ത ഈ ഒരു 2024-25 നമുക്ക് പല ദിവസങ്ങളിലും
10 കോടിക്ക് മേൽ കളക്ഷൻ കിട്ടി. ആദ്യം 10 കോടി 19 ലക്ഷം രൂപ കിട്ടി. അത് കഴിഞ്ഞ് 10 കോടി 76 ലക്ഷം രൂപ കിട്ടി കളക്ഷൻ. ഇപ്പോൾ അത് 12 കോടിയിലേക്ക്, 10 കോടിയിൽ നിന്ന് 12 കോടിയിലേക്ക് നമ്മൾ കടന്നു വരാൻ കഴിഞ്ഞു. അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് മോഡേണൈസേഷനാണ്. ഡിജിറ്റലൈസേഷൻ, വാഹനങ്ങളുടെ ഫ്ലീറ്റ് മോഡേണൈസേഷൻ. ഇന്ന് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും സൗകര്യപ്രദമായ, ഏറ്റവും ആധുനികമായ വണ്ടികൾ ഉപയോഗിക്കുന്നത് നമ്മളാണ്. അത് ഹയർ ക്ലാസ് വണ്ടികൾ, എയർ കണ്ടീഷൻ വണ്ടികളാണെങ്കിലും സൂപ്പർ ഫാസ്റ്റ് വണ്ടികളാണെങ്കിലും എല്ലാ വണ്ടികളുടെയും ഏറ്റവും ആധുനികമായ രൂപകൽപ്പന, ഗ്രാമപ്രദേശങ്ങളോടാനുള്ള ചെറിയ ബസ്സുകൾ, മീഡിയം സൈസ് ലിങ്ക് ബസ്സുകൾ, ഇങ്ങനെ ഒരുപാട് സർവീസുകൾ. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് തെക്കുന്ന് വടക്കേക്കും വടക്കുന്ന് തെക്കേക്കുമാണ് KSRTC ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കിഴക്കുന്ന് പടിഞ്ഞാറായിട്ട് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളെ മലയോര മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ധാരാളം സർവീസുകൾ ഈ ലിങ്ക് സർവീസ് എന്ന ഒരു പുതിയ സംവിധാനത്തിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് അതൊക്കെ വലിയ കളക്ഷൻ നേടുന്ന സർവീസുകളാണ്. കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് മലയോര മേഖലകളിൽ നിന്നും തീരപ്രദേശത്തേക്ക് പോകുന്ന വണ്ടികൾ നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കോവിഡ് കാലത്തും അതിന് മുമ്പുമൊക്കെ ആയിട്ട് നിന്നുപോയ പല സർവീസുകളും ദേശസാൽകൃത റൂട്ടുകളിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടികൾ നല്ല നിലയിൽ റെഗുലറായിട്ട് ഓടാൻ തുടങ്ങിയപ്പോൾ നല്ല കളക്ഷൻ വരാൻ തുടങ്ങി. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ആധുനികവൽക്കരണം KSRTCയിലും നടപ്പാക്കിയപ്പോൾ KSRTCയുടെ മുഖച്ഛായ ആകെ മാറി. AI സാങ്കേതികവിദ്യ വരെ KSRTCയിൽ ഉപയോഗിച്ചു തുടങ്ങി. ഈ ഓഫീസുകളാണ് ഈ ഒരു ജനുവരി അവസാനത്തോടുകൂടി എല്ലാ ഓഫീസുകളും കമ്പ്യൂട്ടർ ഓഫീസുകളായി മാറുകയാണ്. KSRTCയുടെ ചീഫ് ഓഫീസ് കംപ്ലീറ്റ്ലി ഓഫീസായിട്ട് മാറിക്കഴിഞ്ഞു. 24 സെക്ഷനും ഓഫീസായി മാറി. അപ്പോൾ ഈ ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ ജോലി ഭയങ്കരമായിട്ട് കുറയുകയാണ്. പിന്നെ ടിക്കറ്റ് മെഷീനിൽ വലിയ മാറ്റം വരുത്തി. ആൻഡ്രോയിഡ് ബേസ്ഡ് ടിക്കറ്റ് മെഷീൻ കൊണ്ടുവന്നു. അതുകൊണ്ട് ചലോ ആപ്പ്, KSRTC ചലോ ആപ്പ് കൊണ്ടുവന്നു. യാത്രക്കാർക്ക് ഇൻഫർമേഷന് വേണ്ടി ആരെയും ഫോൺ ചെയ്യേണ്ട, സ്വന്തം മൊബൈലിൽ എല്ലാ ബസ്സുകളുടെയും മൂവ്മെൻറ്റുകൾ കാണാനും അതിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനും റിസർവ് ചെയ്യാനും ഒക്കെ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ടോട്ടൽ ഡിജിറ്റലൈസേഷനാണ്. KSRTC വാടക വാങ്ങുന്ന പോലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ്, ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ്. അപ്പോൾ വാടക മുടക്കാൻ പറ്റില്ല, അങ്ങനെ വരുന്നു. അതുകൂടാതെ KSRTC ഓപ്പറേഷൻ, ഇന്ത്യയിൽ ആദ്യമായി ഓപ്പറേഷൻ AI അസിസ്റ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സംവിധാനത്തോടു കൂടിയ ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ വരിയായി വണ്ടി ഓടുന്നുള്ള പരാതി ഘട്ടം ഘട്ടമായി ഒഴിവാകും. ഡെഡായിട്ട് ആളില്ലാതെ ഒരു ആവശ്യമില്ലാതെ ഓടുന്ന വണ്ടികൾ മുഴുവൻ ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. 24 അവേഴ്സും ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ KSRTCയുടെ വണ്ടിയുടെ GPS ഡേറ്റയും കളക്ഷൻ ഡേറ്റയും എല്ലാം AI സഹായത്തോടു കൂടി ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കളക്ട് ചെയ്തിട്ട് അത് നമുക്ക് ചില ഇൻഫർമേഷൻസ് തരും. ഇന്ന വണ്ടി ഇന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു തരുന്നത് ഏറ്റവും ആധുനികമായ, കാരണം ഇന്ത്യയിലൊരു സംസ്ഥാനവും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു ആധുനിക ആശയമാണ് ഈ ഡിജിറ്റലൈസേഷൻ നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ കാർഡ് ഏർപ്പെടുത്തി, ട്രാവൽ കാർഡ് ഏർപ്പെടുത്തി. കുട്ടികളുടെ കൺസെഷൻ ഓൺലൈനാക്കി. 2023 തന്നെ 2024 തന്നെ ഓൺലൈനാക്കി. 25 അത് ഡിജിറ്റൽ കാർഡിലേക്ക് മാറി. പഴയ പേപ്പർ കാർഡ് മാറ്റിയിട്ട് അവർക്ക് ഡിജിറ്റൽ കാർഡ് കൊടുക്കാൻ തുടങ്ങി. അതുപോലെ കുട്ടികളുടെ ഡിജിറ്റൽ കാർഡ് വന്നു. ഇത്തരത്തിലൊരു കാർഡ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ യാത്രക്കാർക്ക് വേണ്ടി KSRTCയുടെ ട്രാവൽ കാർഡ് വന്നു. ഈ ട്രാവൽ കാർഡ് 5 ലക്ഷം കാർഡ് അടിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. 5 ലക്ഷം കാർഡിൽ ഏതാണ്ട് 4,85,000 കാർഡുകൾ വിറ്റ് കഴിഞ്ഞു. വലിയ ഡിമാൻഡാണ്. കാരണം ഇതിന് ചില്ലറ ആവശ്യമില്ല, ചില്ലറയ്ക്ക് വേണ്ടിയുള്ള തർക്കങ്ങളില്ല, കൃത്യമായി അതിൽ നേരത്തെ ലോഡ് ചെയ്ത് വയ്ക്കാം. ഞങ്ങൾ 15 ലക്ഷം കാർഡുകളാണ് അടിക്കാൻ കൊടുത്തിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ 15 ലക്ഷം 7 ലക്ഷം കാർഡുകൾ ഉടനെ വരും. വരുന്നത് അപ്പോൾ ചൂടപ്പം പോലെ കൊടുത്തു തീരുന്ന വലിയ ഡിമാൻഡാണ്. കാരണം നമ്മൾ കണ്ടക്ടർമാർ വഴി ബസ്സിലാണ് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ മാർക്കറ്റിലും വിൽക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റായിട്ട് ഇത് മാറിയിട്ടുണ്ട്. വലിയ അഡ്വാൻറ്റേജ് ഈ കാർഡ് തന്നിട്ടുണ്ട്. ബജറ്റ് ടൂറിസം വരുമാനം പ്രതിമാസം 1,94 ലക്ഷത്തിൽ നിന്ന് 2025 ആയപ്പോൾ 3,29 ലക്ഷം രൂപയായി വർദ്ധിച്ചു. കർണാടക, തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുമായി ചേർന്ന ബജറ്റ് ടൂറിസം പദ്ധതി വിപുലീകരണ ഘട്ടത്തിലാണ്. സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിലെ പ്രധാന ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടന യാത്രയും ആരംഭിച്ചു. അങ്ങനെ ടിക്കറ്റ് ഇതര വരുമാനത്തിലും വൻ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ KSRTCക്ക് കഴിഞ്ഞു. ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ പ്രവർത്തനം
അത് നമ്മൾ പടിപടിയായി ഉയർത്തി ഇപ്പോൾ ആവറേജ് 3.5 മുതൽ 4 കോടി രൂപ വരെ ഒരു മാസം കളക്ട് ചെയ്ത രീതിയിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിഞ്ഞു. ഡിസംബർ മാസത്തിൽ നമ്മൾ 5 കോടിക്ക് മുകളിലാണ് അത് എത്തിക്കാൻ കഴിഞ്ഞത്. അതെല്ലാം റീഫർബിഷ് ചെയ്ത പുതിയ BTC ബസ്സുകൾ, അതേപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കിക്കൊണ്ട് ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാ പബ്ലിക്കിനും ആക്സസ് ചെയ്യത്തക്ക രീതിയിൽ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രി KB ഗണേഷ് കുമാർ KSRTCയുടെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനം ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ തന്നെയാണ്. ഗുണനിലവാരമുള്ള ആധുനിക സൗകര്യങ്ങളോടെയുള്ള പരിശീലന കേന്ദ്രങ്ങൾ. ചുമതലയേറ്റ ഉടൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ സംസാരിച്ചു. ഇങ്ങനെ നല്ല ലൈസൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, കുറച്ച് സ്ട്രിക്റ്റ് ആക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ല ലൈസൻസേ കൊടുക്കാൻ പാടുള്ളൂ, കർശനമായി നിങ്ങൾ നല്ല ലൈസൻസേ കൊടുക്കാൻ പാടുള്ളൂ, വണ്ടി ഓടിക്കാൻ അറിയാത്തവർ വണ്ടി ഓടിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം ഒരു നിലപാടെടുത്തു. അദ്ദേഹത്തിൻ്റെ ആ ശക്തമായ നിലപാടിൻ്റെ പ്രതിഫലനമാണ് ഏറ്റവും നല്ല രീതിയിലുള്ള പരിശോധന ലൈസൻസ് കൊടുക്കാൻ കഴിഞ്ഞു. അതിനുവേണ്ടി KSRTC തന്നെ ഏറ്റവും അത്യന്താധുനികമായ 21 ഡ്രൈവിംഗ് സ്കൂളുകൾ, എല്ലാ സൗകര്യങ്ങളും സ്ഥലത്തെ MLA-മാരുടെ സഹകരണത്തോടെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിന് എന്തൊക്കെ വേണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ടോ അതിനപ്പുറത്തേക്കുള്ള സൗകര്യങ്ങളോടുകൂടിയ ഡ്രൈവിംഗ് സ്കൂളുകൾ 21 സ്ഥാപിക്കാൻ കഴിഞ്ഞു. 21 ഡ്രൈവിംഗ് സ്കൂളിലൂടി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഡ്രൈവിംഗിൻ്റെ വിജയ ശതമാനം മുമ്പ് 99.9%. ക്വാണ്ടിറ്റി ഓഫ് എഡ്യൂക്കേഷനാണത്. പക്ഷേ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിലേക്ക് മാറുകയാണ്. ലൈസൻസ് ഇന്ന് ലഭിക്കുന്നത് 50-52% മാത്രമാണ്. ഡെയിലി മൊത്തം അപ്പിയർ ചെയ്യുന്നവരിൽ വിജയ ശതമാനം 52% കൂടുതൽ പോകാറില്ല. കാരണം അത്രത്തോളം ഉദാരമായി കൊടുത്തിരുന്ന ലൈസൻസിനെ സ്ട്രിക്റ്റാക്കി ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് മാത്രം ലൈസൻസ് എന്ന നിലപാടിലേക്ക് വന്നപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ വിജയ ശതമാനം 52 കുറഞ്ഞു. UDF സർക്കാരിൻ്റെ കാലത്ത് നാം കണ്ട ഒരു കാഴ്ചയുണ്ട്. വലിയ മുന്നേറ്റമാണ് KSRTCയിൽ നടന്നത്. എല്ലാം തികഞ്ഞു എന്നല്ല, ഇനിയും മാറേണ്ടതുണ്ട്. അതിന് ഈ സർക്കാർ തുടരണമോ വേണ്ടയോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കേരളം ഒന്നടങ്കം പറയും ഈ സർക്കാർ തുടരണമെന്ന്.